Hello friends, welcome to Pretty's Diaries. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു DIY വീഡിയോ ആണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നമ്മൾ അമ്മമാർക്ക് ഇപ്പോൾ അറിയാം സാഹചര്യം അതാണ്, കുട്ടികൾക്ക് പുറത്ത് പോയി കളിക്കാൻ പറ്റാതെ ആയിരിക്കുന്നു, മഴക്കാലവുമാണ് അല്ലേ. അപ്പം അവർക്ക് വേണ്ടി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഒരു കുട്ടി ടെൻറ്റ്, ഒരു സ്പേസ് അവർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇതിന് വലിയ സാധനങ്ങളൊന്നും ആവശ്യമില്ല, എല്ലാം നമ്മുടെ വീട്ടിൽ ഉള്ള സാധനം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു സ്പേസ് ആണ് കേട്ടോ നമ്മൾ കണ്ണന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ കുട്ടി ടെൻറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഇതുപോലത്തെ ഒരു ഹുക്കാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ബേസ്. ഇവിടെയാണ് നമ്മൾ ഇതിങ്ങനെ കൊളുത്തിയിട്ടിട്ട് ഇവിടെ നിന്നാണ് നമ്മുടെ ടെൻറ്റ് വരാൻ പോകുന്നത്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കമ്പി ഇല്ലെങ്കിൽ സപ്പോർട്ട് ഇല്ല, നിങ്ങൾക്ക് ചുമരയിൽ അതായത് വാളിൽ വാളിൽ ചെയ്യണം എന്നാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഹുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. ഇതുപോലത്തെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നതാണേ, കണ്ടില്ലേ. അപ്പം ഇതെടുത്ത് ഇതുപോലെ സ്റ്റിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ഹുക്ക് വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, കണ്ണിന് സിറ്റിംഗ് കംഫർട്ടബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കട്ടിയുള്ള ബ്ലാങ്കറ്റ് ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. ബ്ലാങ്കറ്റ്സ് ഉണ്ട്, ക്വിൽറ്റ്സ് ഉണ്ട്, പിന്നെ കാർപ്പറ്റ്സ് ഉണ്ട്, പിന്നെ അതേപോലെ ചെറിയ ബെഡ്സ് കിട്ടുമല്ലോ, കുഞ്ഞു കുട്ടികളുടെ ബെഡ്സൊക്കെ, അതൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യാതെ കിടക്കുവാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിതൊന്ന് വിരിക്കട്ടെ. അപ്പം സ്പേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് മേലെ ഒരു ബെഡ്ഷീറ്റ് നല്ല പോലെ വിരിച്ചു കൊടുത്താൽ അഴുക്കൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് കഴുകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ബെഡ്ഷീറ്റ് ഇതിൻ്റെ മേലെ വിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ടെൻറ്റിൻ്റെ താഴ്ഭാഗം റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് മുകൾ ഭാഗം റെഡിയാക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സാധാ സാരിയാണ്, നല്ല ഒഴുകി നിൽക്കുന്ന സാരിയാണ് കേട്ടോ ഇത്. അപ്പം ഇത് നമ്മളിതിൻ്റെ അറ്റം കണ്ടില്ലേ, ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ പതിയെ ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുക. ഇതൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാണ്, ഇതേ കണ്ടില്ലേ. എന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ട് വീണ്ടും ഇതൊരു 2 സെക്ഷനാക്കി മാറ്റണം, 2 ഈക്വൽ സെക്ഷൻ ആക്കിയിട്ട്. ആയിട്ടില്ല, നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വലിച്ചെടുക്കാം. ഇതേ കണ്ടില്ലേ, 2 സെക്ഷനാണിത്, കാണുന്നുണ്ടോ? 2 സെക്ഷനാക്കി നമ്മളിതിനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇവിടെ ഹാങ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ടെൻറ്റിൻ്റെ 2 സൈഡും ഒരു കവറേജ് കൊടുക്കാം. ഇത് ജസ്റ്റ് ഇതിന്റെ ഈക്വലിറ്റിന്റെ അടിയിലേക്ക് ഒന്ന് ടക്ക് ചെയ്താൽ മതിയേ. ഇനി നമുക്കിതിന് കുറച്ചുകൂടെ ഭംഗി കൂട്ടി കൊടുക്കാം. അപ്പം അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് 2 കുഷന് ഇതുപോലെ ഇങ്ങനെ ഡെക്കറേഷന് വെക്കുകയാണ്. അവർക്ക് യൂസും ചെയ്യാമല്ലോ. കുറച്ച് ഡോൾസ് ഒക്കെ വെച്ചു കൊടുത്ത് കുറച്ചുകൂടെ ഡെക്കറേറ്റീവ് ആക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ടെൻറ്റ് ഹൗസ് ഒക്കെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ കണ്ടല്ലോ, കണ്ണൻ ഫുള്ള് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക, അവരും എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ, ബോറടി എല്ലാം മാറട്ടെ കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പക്ഷെ അടുത്ത വീഡിയോയിൽ കാണണമെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് വന്നവരെല്ലാവരും സബ്സ്ക്രൈബും ലൈക്ക് ബട്ടണും എല്ലാം ഒന്ന് പ്രസ് ചെയ്യാതെ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്തേക്കണേ.
അപ്പം നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബി ഹാപ്പി.